ഇറങ്ങിക്കോളൂ കുട്ടി. നിങ്ങൾ ഇറങ്ങുന്നില്ലേ? ഏയ് ഞങ്ങളല്ല. ദാ നേരെ പോയി വലത്തോട്ട് തിരിഞ്ഞാൽ റൂം നമ്പർ 3. ആ ശരി. ദേ പിന്നെ ഞാൻ വരുമ്പോ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവണം, മുങ്ങിക്കളയരുത്. അവസാനം കൂട്ടിക്കൊടുപ്പ് വരെ ആയല്ലോ ശിവ. എന്നാലും സുമേഷ് ഇവളെ എങ്ങനെ സംഘടിപ്പിച്ചത്? എടാ സുമേഷ്, ആ പറയട്ടെ സുമേഷ്. ഞങ്ങളിവിടെ എത്തി. ആ കൊടുക്കുമായിരിക്കും. ശരി, 15,000 രൂപ എത്ര അവളുടെ ഫീസ്? അയാളത് കൊടുക്കില്ലേ? അയാൾ കൊടുക്കും. കൊടുക്കില്ലേ? കൊടുക്കായിരിക്കും. ഇതിനെ തിരിച്ചു കൊണ്ടുവിടുന്നത് വരെ നെഞ്ചിൽ തീയ. ഈശ്വര, ഇങ്ങനൊരു ചീത്തപ്പേരും കൂടെ നീ ഞങ്ങൾക്ക് തരില്ലേ? അതെ, നിന്നെ പറഞ്ഞുവിടാൻ ചായനും മനസ്സുണ്ടായിട്ടല്ല കേട്ടോ. എന്തുണ്ടെങ്കിലും അച്ഛനെ അറിയിക്കണം. എന്നാ ഞാൻ പൊക്കോട്ടെ ചായ. അടുത്ത മാസം 2 ദിവസം നമുക്ക് ഊട്ടിക്ക് വിട്ടാലോ? പള്ളി ശരി, ഞാൻ വിളിക്കും. ഇത് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യേണ്ട കേസാ. അത് വേണ്ട ചേട്ടാ, തൽക്കാലം ഈ പെൺകുട്ടിയെ ചേട്ടൻ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഹരി. നിനക്ക് ഇവിടുത്തെ നിയമങ്ങൾ അറിവുള്ളതല്ലേ? അതൊക്കെ എനിക്കറിയാം. നമ്മൾ ഈ പെൺകുട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്താൽ ഉടൻ തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കും. പിന്നെ കുടുങ്ങുന്നത് നമ്മളായിരിക്കും. യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ. എന്തെങ്കിലും ചോദിച്ചറിയണമെങ്കിൽ തന്നെ അവൾക്ക് ബോധം വീഴണം. എല്ലാം നിനക്ക് അറിയാം. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എടുത്ത് തലയിൽ വെക്കുന്നത്? ചേട്ടാ, ഇതൊരു ജീവനാണ്. വേണമെങ്കിൽ കണ്ടില്ലെന്ന് അടിച്ച് ഉപേക്ഷിച്ചിട്ട് വരാമായിരുന്നു. പക്ഷേ എനിക്കതിന് മനസ്സ് വന്നില്ല. നമുക്കും ഇല്ലേ ചേട്ടാ അമ്മയും പെങ്ങന്മാരും ഒക്കെ. അവരാരെങ്കിലും ആണ് ഈ മരുഭൂമിയിൽ ഇങ്ങനെ ഒരു അപകടത്തിൽ പെടുന്നതെങ്കിൽ നമ്മളത് കണ്ടില്ലെന്ന് നടിക്കോ? ഇതും അതുപോലെ കരുതിയാൽ മതി. പ്ലീസ്, എങ്ങനെങ്കിലും ഒന്ന് രക്ഷിക്കേ. എന്നാലും ഒരെന്നാലുമില്ല. ഒരു മനുഷ്യത്വപരമായ കാര്യം ചെയ്തു എന്നങ്ങ് കരുതിയാൽ മതി. ഓക്കെ, ഞാൻ ട്രീറ്റ് ചെയ്യാം. പക്ഷെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല. വേണ്ട. മാത്രമല്ല, പ്രിസ്ക്രിപ്ഷനിൽ ഞാൻ എന്റെ പേര് വയ്ക്കുകയുമില്ല. ഓക്കെ, ഈ പെൺകുട്ടിയെ ട്രീറ്റ് ചെയ്തതിന്റെ പേരിൽ ചേട്ടൻ ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാനല്ല കുട്ടികളാ ഞാനല്ല. ഞാൻ കുറച്ച് മരുന്നുകൾ കുറിച്ച് തരാം. നീ കറക്റ്റ് സമയത്ത് കൊടുക്കണം. നിന്റെ ഒരു ഫോളോ അപ്പ് വേണം. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഓക്കെ? ഓക്കെ. കുട്ടി പേടിക്കണ്ട, ഞാൻ ഹരീഷ്. ഇതെന്റെ ഫ്ലാറ്റാ. കുട്ടി ഇവിടെ സുരക്ഷിതയായിരിക്കും. ശരിക്കും കുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? വിഷമിക്കണ്ട, ഞാനിപ്പോൾ ഒന്നും ചോദിക്കുന്നില്ല. ആദ്യം പോയി ഫ്രഷായി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഇതെൻ്റെ വൈഫിൻ്റെ ഡ്രസ്സാ. കുളിച്ചു കഴിഞ്ഞ് ഇത് മാറിക്കോ. ദാ അതാണ് ബാത്റൂം. ഓക്കെ?
എന്തായി ഹരി? ആരാ അവൾ എന്തെങ്കിലും പറഞ്ഞോ? ചേട്ടാ ഞാൻ ഒന്നും ചോദിച്ചില്ല. ചോദിക്കാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലല്ല അവളിപ്പോൾ. അത് ശരിയാവില്ല. അവൾ ആരാണെന്നും അവൾക്ക് എന്താണ് സംഭവിച്ചതെന്നും ഇപ്പൊ തന്നെ ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ പിന്നീട് അതൊരു കുരിശായിട്ട് മാറും. മനസ്സിലായില്ലേ? ആൾ ഉഷാറായല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന കുറവുണ്ടോ? ഇത് ഡോക്ടർ ശരത്, അൽഹിലാൽ ഹോസ്പിറ്റലിലെ ന്യൂറോ സർജനാ. എൻ്റെ ഫ്രണ്ടാ. ഇദ്ദേഹമാണ് ഇന്നലെ കുട്ടിയെ ചികിത്സിച്ചത്. കുട്ടിയുടെ പേരെന്താ? എവിടെയാ ജോലി ചെയ്യുന്നത്? ബഹ്റിനിൽ വന്നിട്ട് എത്ര നാളായി? പേടിക്കണ്ട, കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞങ്ങൾ കുട്ടിയെ സഹായിക്കാം. പറയൂ, എന്താണ് സംഭവിച്ചത്? എന്താണെങ്കിലും കുട്ടിക്ക് ഒരു ആപത്തും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. ഞാൻ എന്റെ പേര് നസീറ. أشهد أن لا إله إلا الله. ഷോ ആ ശാരദ ഇപ്പൊ വരും. അതിനു മുമ്പ് അച്ചപ്പം മുഴുവനും ഉണ്ടാക്കണം. നസീറ, ഈ ഇവിടെ അടുക്കളയിലോട്ട് വാ. എന്തുമ്മ ഉമ്മ എന്താണ് ഈ പറയണത്? ആ യൂണിഫോം അല്ല ഇന്ന് തന്നെ കൊടുക്കണം. വൈകുന്നേരം ആകുമ്പോ സ്കൂളിൽ നിന്ന് ആള് വരും. എന്താന്നോ ഞമ്മളൊന്നും മിണ്ടല്ലപ്പാ. ഈ അയ്യ എന്റെ തുന്നലായി. ഞാൻ തുന്നി ഉണ്ടാക്കണ കാശുകൊണ്ടാ ഈ വീടിന്റെ അടുപ്പ് പുകയണത്. അപ്പൊ അടുപ്പിന്റെ ചോട്ടിൽ ഇത് തീയും പുകയായിട്ട് ഞമ്മളുണ്ടാക്കണ പലഹാരത്തിന് ഒരു വിലയില്ലെന്ന് ഈ പറയണേ. ഓ എന്റെ പൊന്നുമ്മ, നിങ്ങൾ ഇങ്ങനെ ചൂടാവല്ലേ. യൂണിഫോം വെക്കം തുന്നി തീർത്തിട്ട് നമ്മളും കൂടി വരാം. ശരി ശരി. നസീറ, ആ ശാരദേച്ചി, ഡന്നിക്കുള്ള ചുരിദാറിന്റെ തുണിയാ ഇത്. സമയമില്ലാന്ന് മാത്രം പറയരുത്. 3 ദിവസത്തിനുള്ളിൽ തുന്നിയും തരണം. ഡന്നിയുടെ കൂട്ടുകാരിയുടെ എൻഗേജ്മെന്റാ ഈ വരുന്ന വ്യാഴാഴ്ച. അതിനിട്ടോണ്ട് പോവാനുള്ളതാ. അയ്യോ ശാരദേച്ചി, യൂണിഫോമിന്റെ തിരക്കാ. അതൊന്നും പറഞ്ഞാ പറ്റൂല. നീ തുന്നിയാലേ ധന്നിക്ക് ഇഷ്ടാവുള്ളൂ. ഇതൊരു അഡ്വാൻസ് ആയിട്ട് വെച്ചോ. ആയിഷുമ്മ അടുക്കളയിലുണ്ടാ? ഉമ്മ ഇങ്ങക്കുള്ള പലഹാരം ഉണ്ടാക്കണുണ്ട്. ശരി, എന്നാ ഞാനങ്ങോട്ട്. ശരി.